ഇനി നാടിന്റെ ഇലക്ഷൻ ഡെസ്ക് 140 മണ്ഡലങ്ങളുടെ നമ്മുടെ അവതാരപുരികളും റിപ്പോർട്ടേഴ്സും ഒരുമിച്ച് നടത്തുന്ന യാത്ര അവസാന ഘട്ടത്തിലേക്ക് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അവിടെ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ആവേശം പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം തനീഷ് തമ്പി ചേരുകയാണ്. തനീഷ്, വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യാസ്തമയം കാണാൻ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സൂര്യൻ കടലിലേക്ക് താഴാൻ പോകുന്നതിൻ്റെ മനോഹരമായ ദൃശ്യമാണ്. ഇത് ആസ്വദിക്കാൻ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ ആളുകൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ, കോഴിക്കോട് കാണാൻ വന്നിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് സൗത്ത് എന്നുള്ളതല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തിയിരുന്നു. ആ പര്യടനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിശക്തമായ പോരാട്ടം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും അത്തരത്തിലുള്ള മത്സരം നടക്കുന്നു. ചേച്ചി ഈ മണ്ഡലത്തിലാണോ? കോഴിക്കോട് തന്നെ. കച്ചവടമൊക്കെ നടന്നു പോകുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ വരില്ലേ? കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. ഈ വളയും മാലയൊക്കെ അങ്ങ് പോകും. എങ്ങനെയുണ്ട് ഇലക്ഷൻ? എങ്ങനെയുണ്ട്? അതാ അടുത്ത് വരുന്നു. ആര് ജയിക്കും? അത് പറയാൻ പറ്റൂല. എന്നാലും വോട്ട് ചെയ്യും. വോട്ട് എന്തായാലും ചെയ്യും. താരക്കെന്നുള്ളത് പറയാൻ പറ്റൂല. ആര് അധികാരത്തിൽ വരും? അതും എനിക്ക് പറയാൻ പറ്റൂല. ഓക്കെ, ഈ മണ്ഡലത്തിലാണോ? കോഴിക്കോട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു ചൂട്? നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ശക്തമായ മത്സരം ഉണ്ടോ? രണ്ടു കൂട്ടരുണ്ട്. എന്താ മോന്റെ പേര്? ഹലോ, മോന്റെ പേര് പറഞ്ഞു. രാശിദ്. ഇലക്ഷൻ ഒക്കെ ആണെന്ന് അറിഞ്ഞോ? എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ കൊയിലണ്ടിയാണ്. ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് വരിക. കൊയിലണ്ടി കുഴപ്പമില്ല, അത് പറയാൻ പറ്റില്ല. മത്സരമാണ്. 3 സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചമാണ്. മെച്ചമാണ്, കുഴപ്പമില്ലാതെ. മോളെ എവിടെ? മത്സരം ടൈറ്റാ. ആർക്കാ എന്നാലും ഒരു ചെറിയ മുൻതൂക്കം? മുൻതൂക്കം പറഞ്ഞോടാ, എന്നുവെച്ചാൽ എല്ലാവരും ടൈറ്റ് തന്നെ. 10-9. ഓക്കെ, ചേട്ടൻ എവിടെന്നാ? ബേപ്പൂർ. ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണല്ലോ. PA മുഹമ്മദ് റിയാസും PV അൻവറും. മത്സരം കടുത്ത മത്സരം തന്നെയാണ്. ആര് ജയിക്കും? ജയിക്കുന്ന ഭൂരിപക്ഷം കിട്ടുന്ന ആളല്ലേ ജയിക്കും. ഉറപ്പായിട്ടും അതേ ഉള്ളൂ. നമ്മൾ കാണുന്നില്ല. നിങ്ങൾ എങ്ങനെയാ മാറാന്ന് അറിയാൻ പറ്റില്ലല്ലോ. ആ സമയത്തുള്ള ആളുകളെ ചിന്ത. ബേപ്പൂരിലെ കഴിഞ്ഞ 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. സർക്കാരിന്റെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ കൂടുതൽ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നാ? രാമനാട്ടുകാർ ഏത് മണ്ഡലത്തിൽ വരിക? ആരാ സ്ഥാനാർത്ഥി? UDF ആണോ LDF ആണോ? UDF ആണ്. അപ്പോൾ ഒന്നിച്ച് വന്നവരിൽ UDF LDF ഉണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ പിണറായി വീണ്ടും വരണമെന്നാണ്. പക്ഷേ കോൺഗ്രസ് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കുടുംബത്തിൽ ഭൂരിപക്ഷം കോൺഗ്രസ് ആണല്ലേ? കോൺഗ്രസ് എന്ത് വന്നാലും ഈ പ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസ് വരണമെന്ന്. അമ്മായിമ്മ മരുമോളാണ്. കലാവാവോ? വീട്ടിൽ പ്രശ്നമാവോ? LDF വരണം. പിണറായി തന്നെ. ഓക്കെ, ഒരു കുടുംബത്തിൽ തന്നെ SKN രണ്ട് പാർട്ടിക്കാരുള്ളതിന്റെ അമ്മായിയമ്മയും മരുമകളും LDF-ഉം UDF ആയിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് നമ്മൾ കണ്ടത്. ചേട്ടാ എവിടെന്നാ? വണ്ടിയിലൊരാളുണ്ട്, മൂപ്പർക്ക് സംസാരിച്ചു. ഈ വണ്ടിയിലൊരാളുണ്ട്. ഓക്കെ, അങ്ങോട്ട് വരാം. ഓക്കെ, നമുക്കിതാ ഇവിടെ കുറേ ആളുകൾ. ഉമ്മ എവിടെന്നാ? പള്ളിക്കൽ ബസാറ്. സാർ ഏത് മണ്ഡലം? സൗത്താ? മലപ്പുറം. മലപ്പുറത്തു നിന്നാണ്. മലപ്പുറം മണ്ഡലമാണ്. കുഞ്ഞാലിക്കുട്ടിയല്ല, കുണ്ടോട്ടി നിയമസഭ. ഈ TV ഇബ്രാഹിം അല്ല, അഷറഫ് അലി. അഷ്റഫ് അലി. കുഴപ്പമില്ല, UDF ജയിക്കും. മലപ്പുറം ജില്ല പൊതുവെ ഒരു 10-16 സീറ്റിലും ജയിക്കും. UDF തന്നെ ജയിക്കും. അഭിപ്രായം തന്നെയാണോ? അതെ. ഓക്കെ, എവിടുന്നാ? കോഴിക്കോട്. ഏത് മണ്ഡലമാണ്? ബേപ്പൂർ മണ്ഡലം. ബേപ്പൂര്. മുഹമ്മദ് റിയാസോ അതോ PV അൻവറോ പ്രകാശ് ബാബുവോ? അൻവർ. ഓക്കെ, അൻവർ. നിങ്ങളൊക്കെ എവിടെന്നാ? നമ്മൾ കൊണ്ടോട്ടിയാണ്. അല്ലല്ല. എങ്ങനെയുണ്ട് അവിടുത്തെ മത്സരം? അവിടെ നല്ല ടൈറ്റ് ആയിരിക്കും. ടൈറ്റാണ്? ഏകദേശം ടൈറ്റാണ്. എവിടെന്ന് പറയുന്നു? കൊണ്ടോട്ടി മണ്ഡലം നോക്കുമ്പോൾ ടൈറ്റാണ്. UDF ആണ് ചാൻസ് ഉള്ളത്. അവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആര് വരും ഭരണത്തിൽ? അത് UDF ആയിരിക്കും. ഇത്തവണ വരാനുള്ള ചാൻസ് UDF-നാണ്. ഓക്കെ, LDF നമ്മൾ കാൽക്കുലേറ്റ് UDF. ആണ്. ഓക്കെ, SKN അങ്ങനെ
വളരെ ആവേശകരമായ അന്തരീക്ഷമാണ് കോഴിക്കോട് ബീച്ചിൽ. എല്ലാവരുടെയും ഉള്ളിൽ രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഓവർ ടു എസ്കേൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.